നല്ല ഗ്ലോ ആയിട്ട് കണ്ടില്ലേ, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മസാജിങ് ആയിട്ടിത്. എല്ലാവർക്കും ട്രിപ്ലസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു തൈര് വെച്ചുള്ള ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത്. അപ്പോൾ ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഇത് ചിന്ന ഫേഷ്യലൊക്കെ ചെയ്ത് നമുക്കൊന്ന് മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാം കേട്ടോ. അത് മാത്രമല്ല കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കുറയുകയും മുഖത്ത് എന്തെങ്കിലും കുരുവന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാർക്കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പോണത്. ഈസി ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ആദ്യം ക്ലെൻസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് കുറച്ച് തൈര് ഞാനിതാ പാത്രത്തിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മുഖത്ത് നല്ലോണം തേച്ച് കൊടുക്കാം. അതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകാനും മറക്കരുത് കേട്ടോ. ഒരു 2-3 മിനിറ്റ് ക്ലെൻസിങ് ചെയ്താൽ മതിയേ. മുഖം ക്ലീൻ ആവുന്നതിനൊപ്പം തന്നെ മുഖം നല്ല ബ്രൈറ്റ് ആവാനും നല്ലതാണ് തൈര്. ഇതുപോലത്തെ കട്ട തൈര് തന്നെ എടുക്കണം, എങ്കിലാണ് നമുക്ക് നല്ല മാറ്റം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കഴുത്ത് തേക്കുന്നതിനൊപ്പം തന്നെ മുഖത്ത് തേക്കുന്നതിനൊപ്പം തന്നെ കഴുത്തിൽ തേക്കാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇത്. ഒരു 2-3 മിനിറ്റൊക്കെ മുഖത്ത് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് പതുക്കൊന്ന് തുടച്ച് മാറ്റാതെ അങ്ങനെ ഇതാ തുടച്ച് മാറ്റിയിട്ടുണ്ട്. മുഖം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സ്ക്രബും കൂടി ഒന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ. സ്ക്രബിനായിട്ട് എടുക്കുന്നത് തൈര്, ഞാൻ പറയുന്നത് സ്പെഷ്യൽ തൈര് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തൈര് പാത്രത്തിലങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതിലോട്ട് സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടുന്ന സാധനം പഞ്ചസാര അല്ലേ. അപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ഇതിലിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. കണ്ണിലോട്ടൊന്ന് വീഴാതെ നോക്കണേ. കണ്ണിലോട്ട് ചെറുതായിട്ടൊന്ന് തെറിച്ചാൽ സ്ക്രബ് ചെയ്യുമ്പോൾ പതുക്കെ വേണം സ്ക്രബ് ചെയ്യാനായിട്ടോ. നമ്മുടെ മുഖമാണ് എന്ന് തോന്നിയിട്ട് വേണം ചെയ്യാനായിട്ട്. മുഖിൻ്റെ ഈ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ നല്ല അടിപൊളി ഒരു സ്ക്രബാണ്. ഒരു ഈസി സ്ക്രബല്ലേ, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫേഷ്യലാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ഫേഷ്യലും കൂടിയാണ്. മുഖം ബ്രൈറ്റ് ആവുന്നതിനൊപ്പം തന്നെ മുഖത്തിന് നല്ല എന്താ പറയുക, ഒരു ഗ്ലോ തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ കവിളൊക്കെ നല്ല തിളക്കം തന്നെ ഉണ്ടാവും. കഴുത്തിലും കൂടി ഒന്ന് തേച്ചെടുക്കാം. മാല ഇടുന്ന സൈഡ് വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ കറുപ്പ് വരാറുണ്ട് ചില ആൾക്കാർക്ക്. ഇപ്പം ഇതുപോലെ ഒന്ന് സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കറുപ്പൊക്കെ നല്ലോണം അങ്ങ് കുറഞ്ഞോളും.
ഈ തൈരും പഞ്ചസാരയും പെട്ടെന്ന് അങ്ങ് മെൽറ്റാവും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കൊന്നും വേണ്ട, ഇപ്പം തന്നെ മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം അങ്ങ് സ്ക്രബ് ചെയ്യാം. ഈ മൂക്കിൻ്റെ സൈഡിൽ നമ്മൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നെറ്റിയുടെ സൈഡ് അപ്പം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ, നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞാനിതാ മൂക്കും നല്ല വൃത്തിയിൽ അങ്ങ് സ്ക്രബും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. എപ്പോഴെപ്പോഴും മുഖം കഴുകണ്ട. ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക, എന്തെങ്കിലും നല്ലൊരു സ്പോഞ്ച് പോയിട്ട് തുണിയോ അങ്ങനെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അങ്ങ് തുടച്ച് മാറ്റാം. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. മുഖത്ത് ഒരു കണ്ണ് സുഖമായിട്ട് നീറുന്നുണ്ട്. എൻ്റെ ഇവിടെയൊക്കെ നല്ല ക്ലിയർ ആയിക്കണ്ട നെറ്റിയുടെ സൈഡൊക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് മസാജിനാട്ടോ. മസാജിങ് സൂപ്പർ മസാജിങ്ങാണ്. സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് തൈര് വേണം. അപ്പം 4 സ്റ്റെപ്പിൽ നമ്മൾ തൈര് തന്നെ ഉപയോഗിക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ മുഖം ഉണ്ടല്ലോ, സത്യം പറയാലോ, നല്ല ബ്രൈറ്റും. എത്ര ഇരുന്ന് വിറക്കാരും ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പം നല്ലൊരു വ്യത്യാസം മുഖത്ത് അറിയാൻ പറ്റും കേട്ടോ. ഒരു പാക്കും ചെയ്യാത്തവർക്കാണെങ്കിൽ പറയേ വേണ്ട, പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും. അപ്പം ഈ മസാജിങ് ചെയ്യാനായിട്ട് കുറച്ച് തൈര് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനെയും ഒരു പാത്രം എടുക്കുന്നു കേട്ടോ, പ്രത്യേകിച്ച് പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനമാണ്, എൻ്റെ ഫേവറേറ്റ് സാധനമാണ് തേനും കൂടി നമുക്ക് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. മഴ പെയ്യുകയാണ് കേട്ടോ. മുഖത്തങ്ങ് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യാം. നമുക്ക് മസാജിങ് കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖം നല്ല തിളപ്പുണ്ടാവും കേട്ടോ. ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാറിക്കിട്ടും. മുഖത്തെ പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറഞ്ഞു കിട്ടും. മുഖം നിറം വയ്ക്കാനും നല്ലതാണ്. എല്ലാത്തിനും അടിപൊളിയാണ്. തേനും ഈ തൈരും ചേർത്തുള്ള ഈ മസാജിങ് പാക്ക് കേട്ടോ. ഇത് നമുക്ക് ദിവസം നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാവുന്നതാണ്, ഈ തേനും തൈരും. ഈ ഒരു 5 മിനിറ്റിൽ നമുക്ക് നല്ലോണം അങ്ങ് മസാജ് ചെയ്യാം കേട്ടോ. നമ്മുടെ കവിളിൽ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുവാണെങ്കിൽ കവിൾ തുടുത്ത് വരാൻ അടിപൊളിയൊരു ടിപ്പും കൂടിയാണിത്. പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഈ തേനും തൈരും ചേർത്തുള്ള പാക്ക് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒറ്റത്തിൽ പതുക്കി ഒന്ന് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാൻ നല്ലതാണ്. പിന്നെ ചുളിവുകൾ കുറയാനും ഈ ഒരു ടിപ്പ് സൂപ്പറാണ് കേട്ടോ. നമ്മുടെ നെറ്റിയുടെ സൈഡിലെ കുഞ്ഞു കുഞ്ഞു ചുളിവുകളില്ലേ, ആ ചുളിവുകൾക്ക് കുറയാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനൊന്ന് വേഗം ഒന്ന് മസാജ് ചെയ്യട്ടെ കേട്ടോ. മസാജ് ചെയ്തിട്ട് നമുക്ക് കാണാതെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖം നല്ല വൃത്തിയിൽ അങ്ങ് തുടച്ച് മാറ്റാതെ. ഇത് നമുക്ക് നല്ല വൃത്തിയിൽ അങ്ങ് തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്കും കൂടി അങ്ങ് ഉണ്ടാക്കാവേ. അപ്പോൾ ഈ മസാജിങ് ചെയ്യുമ്പോൾ തന്നെ നോക്കി മുഖം നല്ല ഗ്ലോ ആയിട്ട് കണ്ടില്ലേ,
നല്ല ഗ്ലോ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മസാജിങ് ആയിട്ടിത്. നമുക്ക് ഫേസ് പാക്കും കൂടി ഉണ്ടാക്കാം. ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കണത് ഗോതമ്പ് പൊടിയാണ്. കുറച്ച് ഗോതമ്പ് പൊടി നമ്മുടെ മുഖത്തും കഴുത്തിലും ഇടാൻ വേണ്ടിയുള്ള ഗോതമ്പ് പൊടി, കുറച്ച് ഗോതമ്പ് പൊടി നമുക്ക് ഈ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം കേട്ടോ. കുറച്ച് എടുത്തിട്ടുണ്ട്. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി അങ്ങ് എടുക്കാവേ. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് തൈര് മതി. തൈര് നമുക്ക് കുറച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കാണിച്ചു തന്നില്ല എന്നാരും പറയരുത്. എന്താ തൈരും ഗോതമ്പ് പൊടി. ഇപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുത്താലും മതി കേട്ടോ. അപ്പം നല്ല റിസൾട്ട് ഉണ്ടാവും, നമുക്ക് നല്ല ബ്രൈറ്റ് ഉണ്ടാവും കേട്ടോ. അരിപ്പൊടി എടുക്കുവാണെങ്കിൽ എൻ്റെ അരിപ്പൊടി തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. എന്നാലും കുഴപ്പമില്ല, ഗോതമ്പ് പൊടി ആയാലും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടല്ലോ, ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കും. ഇത് മാത്രം മതി കേട്ടോ, ഗോതമ്പ് പൊടി ആട്ടയും മാത്രം മതി കേട്ടോ. ഗോതമ്പ് പൊടിയും തൈരും മാറിപ്പോയി. ഇത് മാത്രം മതി. നല്ലവണ്ണം അങ്ങ് മുഖത്ത് അങ്ങ് തേച്ചെടുക്കുക. കഴുത്തിനും കൂടി ഒന്ന് തേച്ചെടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇടയ്ക്ക് ഭയങ്കര വെട്ടം വരുന്നുണ്ട്, ഇടയ്ക്ക് വെട്ടം ഇരുണ്ട് കയറി വരുന്നുണ്ട്. വലിയ മഴ വരാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനിതാ എടുത്തിട്ട് കുറച്ച് ബാക്കിയൊന്നും, സാധാരണ ഒത്തിരി ബാക്കി വരാത്തതായിരുന്നു, ഞാനിപ്പോൾ കുറച്ച് ബാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് കൈകളിലും കൂടെ തേച്ച് കൊടുക്കാം കേട്ടോ. കൈകളൊന്നും നിർമ്മിക്കാനോ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനൊക്കെ നല്ലതാണ് ഈ ഗോതമ്പ് പൊടിയും തൈരും ചേർത്തുള്ള ഫേസ് പാക്ക്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടർ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ചെറുനാരങ്ങയുടെ നീര് 2-3 ഡ്രോപ്സ് മിക്സ് ചെയ്ത് എങ്ങനെയായാലും നല്ലതാണ്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് നമ്മുടെ ഫേസ് പാക്ക് നല്ലവണ്ണം ഉണങ്ങും കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി കളയാം. നമ്മുടേത് ശരിക്കും പറയാനുണ്ടല്ലോ, കഴുത്തിൻ്റെ പുറകു വശത്ത് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി ചെയ്യുക കേട്ടോ. കഴുത്ത് ചുറ്റിനും സ്ക്രബ് ചെയ്യുക. സ്ക്രബായാലും മസാജ് ചെയ്യുകയാണെങ്കിലും ഫേസ് പാക്കാണ് എന്താണെങ്കിലും കഴുത്തിന് ചുറ്റിനും തേച്ച് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഈ പുറകുവശം ഉണ്ടല്ലോ കറുത്തിരിക്കും. ഇവിടെ മാത്രം നല്ല നിറവ്യത്യാസം വരും. കഴുത്തിൻ്റെ ഈ ഭാഗത്ത് പുറകുവശത്ത് കറുപ്പം വരും. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല, നിങ്ങളത് കുളിക്കാൻ നേരത്തൊക്കെ ആണല്ലോ ഫേഷ്യലൊക്കെ ചെയ്യാനുള്ളൂ. അപ്പം നിങ്ങളും ചെയ്യണം കേട്ടോ. സ്ക്രബായാലും ഫേസ് പാക്ക് ആണെങ്കിലും മസാജിങ് ആണെങ്കിലും ക്ലെൻസിങ് ആണെങ്കിലും കഴുത്തിൻ്റെ പുറകുവശം കൂടെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉണങ്ങി കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ ഇവിടുന്ന് കഴുകാനൊക്കെ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ടായിരിക്കും നമ്മൾ കാണാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ടാന് പിടിച്ച മുഖമൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര കരുവാളിപ്പ് പിടിച്ച മുഖമൊക്കെ, അവർക്കൊക്കെ ഈ ഒരു ഫേസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടിയും തൈരുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഇച്ചിരി റോസ് വാട്ടർ ചേർക്കാം, ഇത്തിരി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, തൈരും ഗോതമ്പ് പൊടി മാത്രമേ ചേർത്തുള്ളൂ. നല്ലൊരു മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഫേഷ്യലുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ കുഞ്ഞു പൂക്കളും കൂടെ കണ്ടേ, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. ചെമ്പരത്തിപ്പൂവ്,
മഞ്ഞക്കോളാമ്പി, വയലറ്റ് പൂവ്, നടുക്ക് ചെമ്പരത്തി അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ ഒരു വട്ടം കൂടി അങ്ങ് വരുന്നതായിരിക്കും. ഇതിപ്പോൾ 1, 2, 3, 4 വട്ടമായിട്ടുണ്ട്. നാളെയും കൂടെ ആകുമ്പോൾ ഒരു വട്ടം കൂടി അങ്ങ് വരും കേട്ടോ. പിന്നെ പൂക്കളൊന്നും എവിടെ ഇല്ല, മഴയൊക്കെ ആയതുകൊണ്ട് ഉണ്ടാവുന്ന പൂക്കളെല്ലാം പോവുകയാണ്. എങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മൾ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.